2 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 2 ക്യൂബിന് തുല്യമായത് ഏത്? 2 ക്യൂബ് ഇൻറ്റു 4. എന്തുകൊണ്ടാണ് 4 എഴുതിയത്? 2 ക്യൂബ് എന്നുള്ളത് 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. 2 ക്യൂബ് ഇൻറ്റു 2 സ്ക്വയർ. 4 എന്ന് പറയുന്നത് 2ൻ്റെ സ്ക്വയറാണ്. ഇവിടെ നമ്മളൊരു ഇക്വേഷൻ യൂസ് ചെയ്യണം. a റൈസ് ടു m ഇൻറ്റു a റൈസ് ടു n ഈക്വൽ ടു a റൈസ് ടു m പ്ലസ് n. അപ്പോൾ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്, എമ്മിൻ്റെ വാല്യൂ 3 ആണ്. 2 റൈസ് ടു 3 ഇൻറ്റു എയുടെ വാല്യൂ എഗെയിൻ 2, എന്നിൻ്റെ വാല്യൂ 2 ഈക്വൽ ടു 2 3 പ്ലസ് 2. എ റൈസ് ടു എം പ്ലസ് എൻ എന്നുള്ളത് 2 3 പ്ലസ് 2 എന്നാകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2 റൈസ് ടു 5 ആണ്. അതായത് 2 ക്യൂബ് 2 ക്യൂബ് 2 ക്യൂബ് 2 ക്യൂബ് എന്നതിന് തുല്യമായത് 2 റൈസ് ടു 5 ആണ്. നെക്സ്റ്റ് വൺ, 24x 42 എന്നിവ ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ പദങ്ങളായാൽ എക്സ് എത്ര? തുടർച്ചയായ പദങ്ങൾ എന്നുള്ളത് ശ്രദ്ധിക്കണം. 24x 42. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 24 പ്ലസ് 42 ഡിവൈഡഡ് 2, 66 ഡിവൈഡഡ് 2 33. നെക്സ്റ്റ് വൺ, 10 സംഖ്യകളുടെ ശരാശരി 12 ആണ്. ഓരോ സംഖ്യയിൽ നിന്നും 3 വീതം കുറച്ചാൽ പുതിയ ശരാശരി എത്ര ആയിരിക്കും? ഓരോ സംഖ്യയിൽ നിന്നും എത്ര കമ്മിയാകുന്നുണ്ട്? 3 കമ്മിയാകുന്നുണ്ട്. അപ്പോൾ ശരാശരി, ഇപ്പോഴുള്ള ശരാശരിയിൽ നിന്നും എത്ര കമ്മിയാകും? 3 കമ്മിയാകും. അത്രമാത്രം ഓർത്താൽ മതി. അപ്പോൾ ഇപ്പോഴത്തെ ശരാശരി 12 ആണ്. അതിന്ന് 3 കമ്മിയാക്കിയാൽ നമുക്ക് 3 കുറച്ചാൽ കിട്ടുന്ന ശരാശരി കിട്ടും. അടുത്തതായിട്ട്, ഒക്ടോബർ 1 ഞായറാഴ്ചയാണെങ്കിൽ നവംബർ 1 ഏത് ദിവസമായിരിക്കും? ഇപ്പോൾ ഒക്ടോബർ മാസത്തിൽ 31 ദിവസമാണ്. അതിൽ ഒരു ദിവസം പോയി. ഒരു ദിവസം ഒക്ടോബർ 1 ഞായറാഴ്ചയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നവംബർ 1 കണ്ടുപിടിക്കണം. അപ്പോൾ ബാലൻസ് ഒക്ടോബറിലെ 30 ദിവസവും നവംബറിലെ 1-ാം തീയതിയും കൂടി ആഡ് ചെയ്യുമ്പോൾ 31 ദിവസം. ആ 31നെ നമ്മൾ 7 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? 3 ആണ്. അപ്പോൾ ഞായറാഴ്ചയുടെ നിന്ന് 3 കൂട്ടുമ്പോൾ എത്ര ദിവസമായിട്ട് വരും? തിങ്കൾ, ചൊവ്വ, ബുധൻ, നവംബർ 1 ബുധനാഴ്ചയായിട്ട് വരും.